പ്രൈസ് ദി ലോർഡ്. 46 സങ്കീർത്തനം 1 വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തെ സങ്കേതമാക്കിയിരിക്കുന്ന ഒരു വ്യക്തി സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനെ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നിടത്തുനിന്ന് ഭൂമി മാറിപ്പോകുന്നു എന്നതുപോലെയുള്ള വേദനകളും പ്രശ്നങ്ങളും കടന്നു വന്നാലും, പർവ്വതങ്ങൾ ഇളകി സമുദ്രമധ്യേ വീഴുന്നു എന്ന് തോന്നിയാലും, അല്ല കോപം കൊണ്ട് കടലിരച്ച് കലങ്ങി കയറി വരുന്നു എന്ന് തോന്നിയാലും, ഈ പ്രതികൂലങ്ങളെയെല്ലാം ഒരു നിമിഷം കൊണ്ട് ശാന്തമാക്കി സമാധാനത്തിലാക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും, ഇങ്ങനെയുള്ളതായ ജീവിത വേദനകൾ കടന്നു വന്നാലും, അവയിൽ നിന്നെല്ലാം ഒരു ദൈവഭക്തനെ കർത്താവ് വിടിവെക്കുന്നു. രാവിലെ സമയം ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഏക സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തു, അവന് മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. ആ ദൈവത്തിന് മാത്രമേ സമാധാനം തരുവാൻ, സ്വസ്ഥത തരുവാൻ, പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിൽ സഹായിപ്പാൻ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കാൻ കഴിയുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ദൈവമായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ദൈവമായി അംഗീകരിക്കുന്നതിൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്കും ഈ ദൈവത്തെ കരസ്ഥമാക്കാം. പിന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങളും ആ ദൈവത്തിൻ്റെ ഭക്തനായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും സമാധാനം ആ ദൈവമാണ്. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നീക്കുവാൻ ആ ദൈവം അടുത്ത തുണയായി അടുത്തു വരും. ആ ദൈവം എന്നുമെന്നേക്കുമുള്ള ദൈവമാണ്. രാജാതി രാജാവായ ദൈവമാണ്. മാറ്റമില്ലാത്ത ഒരു ദൈവമാണ്. ആകയാൽ രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആ ദൈവത്തിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അവൻ നമ്മെ സമാധാനം കൊണ്ട് നിറയ്ക്കും. ആമേൻ.